നമസ്കാരം മഹാത്മാക്കളെ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സഹജാവബോധത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ്. സഹജാവബോധത്തെക്കുറിച്ച് മുൻപ് നിങ്ങൾ കേട്ടിരിക്കാം. ഇംഗ്ലീഷിൽ ഇതിന് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നു. ഇത് നമ്മളുടെയൊക്കെ ഉള്ളിൽ തന്നെയുള്ള, നമ്മളുടെ മാത്രമല്ല ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ജഗദീശ്വരൻ നൽകിയിരിക്കുന്ന ഒരു ഗൈഡാണ്, ഒരു പ്രൊട്ടക്ഷൻ മോഡാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിലെ മായകളിൽപ്പെട്ട് ഉഴലും എന്നുള്ളത് 100% അല്ലേ? ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അതൊക്കെ. അപ്പോൾ ഈ മായകളിൽപ്പെട്ട് ഉഴലാതെ തന്നെ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കാൻ ഒരു പ്രകൃതിയുടെ തന്നെ ഒരു വരദാനമാണ്, അഥവാ പ്രപഞ്ച വിധാതാവിൻ്റെ തന്നെ ഒരു വരദാനമാണ് ഈ സഹജാവബോധം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്നു. നമ്മൾ ആത്മാവാണ്, ആ സത്യം ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ പിറക്കുന്ന ആ സമയം മുതൽക്ക് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ മായകളിൽപ്പെട്ട് ഉഴലാൻ തുടങ്ങുന്നു. മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് വിവേചന ബുദ്ധി. അപ്പോൾ വിവേചന ബുദ്ധി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ, അല്ലേ? ആ വിവേചനം നല്ല രീതിയിലാകുമ്പോൾ മാത്രമേ, വിവേചന ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല പാതകൾ തുറന്നു കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഏകദേശം മനുഷ്യരും മായയിൽപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണെന്ന് അറിയാമല്ലോ. അങ്ങനെ മായയിൽപ്പെട്ട് ജീവിക്കുമ്പോൾ അതാണ് എൻ്റെ ബുദ്ധി പ്രകാരമാണ് അത് നടക്കുന്നത്, എൻ്റെ ബുദ്ധി പ്രകാരമാണ് ഇത് നടക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തകളിൽപ്പെട്ട് മാത്രമാണ് ബുദ്ധിക്കും യുക്തിക്കും അതീതമായി മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യൻ നിൽക്കുന്നത്. എൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഞാനിത് കണ്ടുപിടിച്ചത്, മനസ്സിലായല്ലേ? എൻ്റെ യുക്തി കൊണ്ടാണ് ഈ കാര്യം നടന്നത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് എല്ലാ മനുഷ്യരും ഇന്ന്. അതാണ് അതിൻ്റെ സിസ്റ്റം, അല്ലേ? അപ്പോൾ അങ്ങനെ പോകുന്നെങ്കിൽ പോലും അതിലപ്പുറമായിട്ട് നമ്മളെ സംരക്ഷിക്കാനും നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിച്ച് നമ്മുടെ ജീവിതം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ആയിട്ടാണ് ജഗദീശ്വരൻ ഈ സഹജാവബോധത്തെ നമ്മളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളെല്ലാം തന്നെ ഈ സഹജാവബോധം ഉപയോഗിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഉദാഹരണമായി പക്ഷികൾ കൂടുകൂട്ടുന്നത് കണ്ടിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഒരു പൊന്മാൻ മീൻ പിടിക്കുന്നത് കണ്ടിരിക്കാം. അഗാധയിലേക്ക് അവർ ഊഴ്ന്നിറങ്ങിയിട്ടാണ് മുകളിൽ നിന്ന് നോക്കി, ഒരു പൊന്മാൻ മുകളിൽ നിന്നും നോക്കി വെള്ളത്തിനടിയിലുള്ള ആ ഫിഷിനെ അവർ കറക്റ്റായിട്ട് ഒരു ഉന്നം പോലും തെറ്റാതെ കണ്ട് പോയിട്ട് എടുത്തിട്ട് വരും, അല്ലേ? ഏതെങ്കിലും പൊന്മാന് ഉന്നം പഴച്ചായിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. അവനവൻ്റെ ആഹാരത്തിന് വേണ്ടി അവനത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അവന് അത് ലഭിക്കും. അതുപോലെ കൂട് കിട്ടുമ്പോൾ കൃത്യമായിരിക്കും, അളവുകളല്ല, അല്ലേ? എന്തെങ്കിലും എൻജിനീയറിംഗ് പഠിച്ചിട്ടാണോ അവർ ഇതൊക്കെ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഈ സഹജാവബോധത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും, അല്ലേ? ഇപ്പോൾ കുരങ്ങന്മാരൊക്കെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഈസിയായിട്ട് ചാടി പോകുന്നത് കാണാം. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നുണ്ട്. നമ്മളല്ലാത്തതെല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ്. മനുഷ്യൻ മാത്രമാണ് അത്ഭുതമല്ലാതെ നിൽക്കുന്നത്. കാരണം എന്താണ്? മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നത് വിവേചന ബുദ്ധിയാണ്. ആ വിവേചന ബുദ്ധി ശരിക്കും ദൈവം കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ അവനവനെ തന്നെ അറിയാനുള്ള ഒരു സഹായമായിട്ടാണ് വിവേചന ബുദ്ധി മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ അതിനുവേണ്ടിയൊന്നല്ല ഉപയോഗിക്കുന്നത്, മറ്റുള്ളവരെ അറിയാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാവുന്നതിന് വേണ്ടിയിട്ടും, മറ്റുള്ളവരെ എങ്ങനെ തകർക്കാൻ സാധിക്കും, മറ്റുള്ളവർക്ക് എങ്ങനെ ദുരിതങ്ങൾ വരുത്തി വയ്ക്കാൻ സാധിക്കും, പ്രകൃതിയെ എങ്ങനെ ദ്രോഹിക്കാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ ഒരു ബോധതലം അവൻ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 99% അങ്ങനെ തന്നെയാണ്. അല്ലാന്ന് പറഞ്ഞാൽ അത് തെറ്റാവും, കേട്ടോ. അപ്പോൾ ഇത് മറ്റു ജീവജാലങ്ങൾ ഏതെങ്കിലും ഈ പ്രകൃതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. ഏതെങ്കിലും ജീവജാലങ്ങൾ പ്രകൃതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? മനുഷ്യർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? മനുഷ്യൻ മാത്രമാണ്. കാരണം എന്താണ്? മനുഷ്യന് ദൈവം വിവേചന ബുദ്ധി എന്നൊരു സംഭവം കൂടി നൽകി. അപ്പോൾ ഈ വിവേചന ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗിക്കാതെ അത് കെട്ട മാർഗത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയും, ഞാനിത് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ചില നാശനഷ്ടങ്ങളൊക്കെ വരാം. ഒരിക്കലും പാടില്ല. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു കണ്ടുപിടുത്തം നടത്തിയിട്ട് അതൊരിക്കലും ഫലത്തിൽ വരികയില്ല. അതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല. പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള എനർജി കൊടുത്തുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും ഒരിക്കലും, അത് എത്ര വലിയ ശാസ്ത്രജ്ഞനായിക്കോട്ടെ, ഒരിക്കലും അത് പ്രകൃതി സ്വീകരിക്കുകയില്ല. എന്ന് മാത്രമല്ല, പിന്നീട് അതിൻ്റെ വൻ ദുരന്തങ്ങൾ നമ്മൾ
അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ നല്ല കാലാകാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പരമായ സത്യമാണ് അല്ലേ? ആ സ്ഥാനത്ത് ഈശ്വരൻ തന്ന ആ ഒരു പ്രത്യേക ബോധതലം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്. മറ്റു ജീവജാലങ്ങൾക്ക് ആ കടമ്പകളൊന്നുമില്ല. കാരണം എന്താ, അവർ മായയിലല്ല ജീവിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മായയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ മായ മാറേണ്ടതുണ്ട്. അപ്പോൾ ഈ സഹജാവബോധം പ്രാപ്തമാകുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന് മാത്രമുള്ളൊരു കടമ്പയാണ് മായയെ മാറ്റുക എന്നുള്ളത്. അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് ശക്തനായൊരു ഗുരുവിനെ കണ്ടുപിടിക്കണം. ശക്തനായ ഗുരു നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പവർ ഉപയോഗിച്ച് നിങ്ങളിലെ മായ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതാണ് ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മായ മാറി ആ സഹജാവബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല. നിങ്ങളുടെ വിവേചന ബുദ്ധി പോലും കൃത്യമായി പ്രവർത്തിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? നമുക്ക് ആദ്യമായിട്ട് ശക്തനായൊരു ഗുരു വേണം. മഹാത്മാക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു സഹജാവബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായി സാധിക്കട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.